സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച ഒരു വീഡിയോയ്ക്ക് മറുപടിയായിട്ട് അല്ലെങ്കിൽ എൻ്റെ സംശയങ്ങൾ എന്ന നിലയ്ക്ക് ഇടുന്ന വീഡിയോ ആണ്, തെറ്റിദ്ധരിക്കരുത്. മറ്റൊന്നുമല്ല, MVD ഉദ്യോഗസ്ഥൻ ടൂ വീലർ ലേഡീസ് ആയാലും ജെൻസ് ആയാലും ടൂ വീലർ ഓടിച്ചു വരുന്നവരെ കൈകാട്ടി നിർത്തിയിട്ട് അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുക്കുന്നതാണ് ഞാൻ കണ്ടത്. ഇദ്ദേഹം പോയ ഈ ഒരു ലെഫ്റ്റ് ട്രാക്ക് എന്ന് പറയാൻ പറ്റില്ല, ഒരു ആക്ച്വലി ഒരു ഫുട്പാത്ത് അല്ലെങ്കിൽ കാർ പാർക്കിംഗ് ഒക്കെയാണ് അവിടെ നമ്മൾ കാണാറ് അല്ലേ, കണ്ടുവരുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കുക, ഈ KSRTC ബസ് നിർത്തിയിരിക്കുന്നത് റോട്ടിലാണ്, സൈഡിൽ കൂടിയല്ല, റോട്ടിലാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പിക്കപ്പ് ഓട്ടോറിക്ഷ നിർത്തിയിരിക്കുന്നത് കാണാം. അതാണ് ഉദ്ദേശിക്കുന്നത്. അവിടുത്തെ കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ടൂ വീലറെല്ലാം ഇതിലൂടെ മാത്രമേ ഓടിക്കാവൂ, ഈ ഹൈവേയിലൂടെ കയറ്റി ഓടിക്കാൻ പാടില്ല. ഇപ്പോൾ നോക്കി ഏതിലൂടെയാണ് ടൂ വീലർ ഓടിച്ചു പോകേണ്ടത്. ഈ കാറ് കിടക്കുന്നു, അല്ലെങ്കിൽ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നു, ടൂ വീലർ പോകുന്നു, ഒരു ടൂ വീലർ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു. അപ്പോൾ ഏതിലാണ് ടൂ വീലർ അങ്ങോട്ട് പോകേണ്ടത് കൂടി എന്നുകൂടി ഒന്ന് ക്ലാസ് എടുക്കണമായിരുന്നു MVD ഉദ്യോഗസ്ഥൻ. ഇതിൽ ഇവിടെയൊക്കെ ഒഴിഞ്ഞു കിടക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് പോകാം. പക്ഷേ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത് ഇതൊന്നുമല്ല. ഇതിനകത്ത് ഇനി കാണാൻ പോകുന്നതാണ് രസം. ട്രക്കുകൾ, വലിയ വലിയ ട്രക്കുകളാണ് ഈ പാർക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടോ, എവിടെ കൂടിയാണ് പിന്നെ ടൂ വീലർ ഓടിക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞത് വിഡിത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ടൂ വീലർ ഹൈവേയിലൂടെ ട്രാക്കിലൂടെ കയറി പോകരുത്, ഈ സിംഗിൾ ലൈനിൻ്റെ ഇപ്പുറത്ത് കൂടി ലെഫ്റ്റിലൂടെ വേണം ടൂ വീലർ ഓടിക്കാൻ. പക്ഷെ നമ്മുടെ നാട്ടിൽ അത് ആരും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇമാതിരി എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ഇറക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പം നമ്മൾ കണ്ടത് ഇതാണ്, ഇവിടെ ഏതിലൂടെയാണ് ടൂ വീലർ ഓടിക്കേണ്ടത് എന്നുകൂടി MVD ഉദ്യോഗസ്ഥൻ പറഞ്ഞു തന്നാൽ വലിയൊരു ഉപകാരം. ഇതിപ്പോൾ എറണാകുളം, അതായത് ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന റോഡാണ്. ടൂ വീലർ ഓടിക്കേണ്ട വഴിയിലാണ് വണ്ടി കിടക്കുന്നത്. കണ്ടില്ലേ, വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ കടകളുടെ മുൻപിൽ വണ്ടികൾ റിവേഴ്സ് പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ഈ ടൂ വീലറുകാർക്കൊക്കെ അപകടം സംഭവിക്കില്ലേ? ഇദ്ദേഹം പറഞ്ഞ സ്ഥിതിക്ക് വണ്ടി ഓടിക്കുകയാണെങ്കിൽ പാർക്ക് ചെയ്ത വണ്ടിയിൽ എടുക്കുമ്പോൾ. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടൊക്കെ വേണം ക്ലാസ് എടുക്കാൻ. വെറുതെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുകയല്ല വേണ്ടത്. പ്രൈവറ്റ് ബസ് ഈ വണ്ടി ഇപ്പം ആളെ കയറ്റിയത് എവിടെ നിർത്തിയിട്ടാണെന്ന് എല്ലാവരും കണ്ടല്ലോ. അതായത് 4 വരിപ്പാത എന്ന് പറയുന്നത്, അതായത് ഒരു സൈഡിൽ 2, അപ്പുറത്തെ സൈഡിൽ 2, അങ്ങനെയാണ്. അതിൽ ഒരു സൈഡിൽ 2 ലെഫ്റ്റ് സൈഡിലത്തെ റോട്ടിലാണ് ഇവർ വണ്ടി നിർത്തിയ ആളെ കയറ്റിയത്. അപ്പോൾ അതൊന്നും മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കില്ല. ഒരു MVD വിചാരിച്ചാൽ നടക്കുകയൊന്നുമില്ല. പിന്നെ അവരെവിടെ കൊണ്ട് നിർത്തുക? ഇതൊക്കെ കാണും. 10 വീലുള്ള വലിയ ട്രക്കുകളാണ് ഈ സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഏതിലൂടെയാണ് ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകേണ്ടത് എന്ന് ഒന്ന് പറഞ്ഞു തരണം സാറേ. ചില വണ്ടിക്കാരൊക്കെ കണ്ട സൈഡിൽ കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ചില വണ്ടിക്കാർ ഈ പറയുന്ന ടൂ വീലർ ഓടിച്ചുകൊണ്ട് പോകേണ്ട ട്രാക്കിലേക്ക് കയറ്റിയിട്ട് ഇവരൊക്കെ കറക്റ്റായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പാർക്ക് ചെയ്തോട്ടെ, കുഴപ്പമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ സാറ് പറഞ്ഞത് പ്രകാരം ടൂ വീലറുകാർക്ക് ഇതിലൂടെയൊക്കെ വണ്ടി ഓടിച്ച് പോകാൻ പറ്റും. ഇപ്പോൾ കണ്ടില്ലേ, 2 ടൂ വീലർ കറക്റ്റായിട്ട് അതിലേക്ക് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്തിരിക്കണമൊക്കെ അവരൊക്കെ പാർക്ക് ചെയ്യാൻ പറ. ടൂ വീലറുകാർക്ക് ഇങ്ങനെ ക്ലാസ് കൊടുത്താൽ, അന്ന് ഞാൻ കണ്ട വീഡിയോയിൽ ഒരു സ്ത്രീയുടെ അടുത്താണ് അവർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ആ സ്ത്രീയൊക്കെ ആകുമ്പോഴെന്താണെന്നറിയോ, അവർ പഠിച്ചിറങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഓടിക്കുകയുള്ളൂ. പിന്നെ അപ്പോൾ ആ സ്ത്രീ എന്താകും, ഇതുപോലെ ട്രാക്ക് നോക്കി പോകും. അപ്പോൾ അതായത് നോക്കിയാൽ ഈ ചേട്ടൻ കറക്റ്റായിട്ട് ലെഫ്റ്റ് ട്രാക്ക്, അതായത് ടൂ വീലർ ഓടിക്കാൻ പറയുന്ന ട്രാക്കിലൂടെ പോകുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇനി ഒരു വഴിയിൽ എത്തുമ്പോൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടാകും വേറെ വല്ല ട്രക്ക്. അപ്പോൾ പിന്നെ അയാൾ വീണ്ടും ഹൈവേയിലേക്ക് കയറണം. അപ്പോൾ അതൊക്കെയാണ് വലിയ അപകടങ്ങളൊക്കെ വരുന്നത്. പെട്ടെന്ന് ഹൈവേയിലേക്ക് കയറുമ്പോൾ പിന്നിൽ നിന്ന് വരുന്ന വണ്ടി. ഇപ്പോൾ അത് നോക്കുക, ടൂ വീലർ ഓടിക്കാൻ പറഞ്ഞ സ്ഥലത്താണ് വണ്ടികൾ നിർത്തിയിരിക്കുന്നത്. ഈ ട്രക്കുകാരൻ സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്.